വിശാഖ നക്ഷത്രക്കാർ നല്ല ലക്ഷ്യം വെച്ചാൽ അതെന്തായാലും വിട്ടുകൊടുക്കാത്ത ഒരവസ്ഥയാണ്. പ്രണയത്തിൽ നല്ല എക്സ്ട്രീം ഇൻറ്റൻസിറ്റിയാണ്, അതുകൊണ്ട് പൊസസീവ്നെസ്സും കൂടുതലാണ്. റെസ്പെക്റ്റ് കിട്ടിയ ജീവിതം വരെ കൊടുക്കും, ഡിസ്റെസ്പെക്റ്റ് കിട്ടിയ നല്ല ഡിസ്റ്റൻസ് കൊടുക്കും. ഉള്ളിൽ നല്ല തീയാണ്, പക്ഷേ വെളിയിൽ നല്ല കാമാണ്. ഒരേ സമയത്ത് സക്സസ്സിന് വേണ്ടിയിട്ടുള്ള വിശപ്പ് നല്ല കൂടുതലാണ്. അതുമാത്രമല്ല ഇമോഷണലി നിങ്ങൾക്ക് വിശപ്പ് കൂടുതലാണ്. ഈഗോ ക്ലാഷസ് ഉണ്ടാവും, ഓവർ തിങ്കിങ് ആണ്, ഞാനാണ് ശരി എന്നൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ട്. ആങ്കർ, ദേഷ്യം കൺട്രോൾ ചെയ്യണം. 2025 ഡിസംബറിൽ നക്ഷത്രക്കാർ തലയ്ക്കും ഉള്ളിലും മൊത്തം കൺഫ്യൂഷനായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് അല്ലെങ്കിൽ കോൾഡ് വാർ, ട്രസ്റ്റ് ഇഷ്യൂ, ഇനി ആരെയും ഫുള്ളി ട്രസ്റ്റ് ചെയ്യില്ല എന്നൊരു ഫീലിങ്സ്. കരിയറിലാണെങ്കിലും ജോലിയിലാണെങ്കിലും പ്രഷർ ഉണ്ടായിരുന്നു. റെസ്പോൺസിബിലിറ്റി കൂടിയെങ്കിലും അപ്രീസിയേഷൻ കുറവാണ്. ജോബ് മാറിയാലോ എന്നുള്ള വിചാരം വന്നിട്ടുണ്ടാവും. ബിസിനസ് ഉള്ളവർക്ക് ഡിലേ ആണ്, സ്ട്രെസ്സും ഉണ്ടായിട്ടുണ്ടാവും. ഫൈനാൻസിൽ എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. അത് മണി ഹോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റില്ല, അതെന്തായാലും കൊടുത്തേ നിങ്ങൾ തീരുള്ളൂ. ഓൾഡ് ഡ്യൂസ്, ലോൺ, സ്ട്രെസ്സൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ടാവും, മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവും, സൈലൻറ്റ് പേസും ഉണ്ടായിട്ടുണ്ടാവും. പഴയ ഒരാൾ വീണ്ടും മൈൻഡിൽ എന്തായാലും വരും. ഒരു പേഷ്യൻസ്, ഈഗോ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ജനുവരി മാസത്തിൽ റീസെറ്റ് മന്താണ്, സ്ലോ സ്റ്റാർട്ടാണ് പക്ഷേ സ്ട്രോങ് എൻഡാണ്. യൂണിവേഴ്സ് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ഒരു മാസമാണ്. പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി സിഗ്നലൊക്കെ നിങ്ങൾക്ക് കാണാറുണ്ട്. ഇൻ്റർവ്യൂ, ഡിസ്കഷൻ കാളൊക്കെ എന്തായാലും വരും. ജോബ് ചേഞ്ച് പോസിബിലിറ്റിയാണ്, അത് വീണ്ടും മാറിയാലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. ബിസിനസ് പരമായിട്ട് പുതിയ കോണ്ടാക്റ്റ്, ഡീലൊക്കെ നടത്താൻ എന്തായാലും ചാൻസ് വളരെ കൂടുതലാണ്. ആക്ഷൻ മന്താണ് ജനുവരി, അതുകൊണ്ട് എടുത്തു ചാടി ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പുതിയ ഡിസിഷൻ എടുക്കുകയോ അവോയ്ഡ് ചെയ്യുക. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് അതെന്തായാലും ഉയരുക തന്നെ ചെയ്യും. പെൻഡിങ് എമൗണ്ട് അതൊക്കെ എന്തായാലും ഉണ്ടാവും. ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും അവോയ്ഡ് ചെയ്യണം. സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു ടൈം തന്നെയാണ്. പ്രണയത്തിലാണ്, റിലേഷൻഷിപ്പിലാണെങ്കിലും സൈലൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പഴയ പേഴ്സൺ കോണ്ടാക്റ്റിൽ വരാനും സാധ്യതയുണ്ട്. ഓണസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ എന്തായാലും നല്ല പോസിബിളാണ്. പുതിയ കണക്ഷൻ സ്റ്റാർട്ടാവും. ഈഗോ കൺട്രോൾ ചെയ്താൽ റിലേഷൻഷിപ്പിൽ ഹീലാകും. മൈൻഡ് സെറ്റ് എന്തായാലും മെൻ്റൽ ക്ലാരിറ്റി, എനിക്ക് എന്താണ് വേണ്ടതെന്നൊരു റിയലൈസേഷൻ. കോൺഫിഡൻസ് എന്തായാലും തിരിച്ചു കിട്ടും. അതുകൊണ്ട് ദേഷ്യം കുറയ്ക്കുക, ഫോക്കസ് കൂട്ടുക. ആരോഗ്യപരമായിട്ട് തലവേദന ഉണ്ടാവും, BP ഉണ്ടാവും, സ്ലീപ്പ് ഇഷ്യൂസ് എന്തായാലും കമ്മി ഉണ്ടാവും. ജനുവരി എന്തായാലും നിങ്ങൾക്കൊരു ഡയറക്ഷൻ എന്തായാലും കിട്ടും. ഫെബ്രുവരി മാർച്ചിലും എന്തായാലും നിങ്ങൾക്ക് റിസൾട്ടും ഉണ്ടാവും.